ആ വധശിക്ഷയ്ക്ക് ശേഷം ജയിലർ തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: തൂക്കുകയറിന് മുന്നിലേക്ക് പോകുമ്പോൾ രണ്ടു തരം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പൊട്ടിക്കരഞ്ഞും വലിച്ചിഴയ്ക്കപ്പെട്ടും തൂക്കുകയറിലേക്ക് പോകുന്നവർ, രണ്ട് നിർവികാരതയോടെ തൂക്കുകയറിന് മുന്നിലെത്തുന്നവർ. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു കൂട്ടരെ ഞാൻ ഇന്ന് കണ്ടു. ചിരിച്ചുകൊണ്ട് തൂക്കുകയറിൽ ചുംബിച്ച് ഒരു തരി ഭയം പോലുമില്ലാതെ കഴിവിലേറ്റാൻ വന്നവരെ നോക്കി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവർ. അതെ, മാപ്പിരക്കാതെ, കണ്ണുകൾ കലങ്ങാതെ, വാക്കുകൾ ഇടറാതെ, തെല്ലൊന്നു ഭയക്കുക പോലും ചെയ്യാതെ ചിരിച്ചുകൊണ്ട് ഇൻകുലാബ് വിളിച്ച് തൂക്കുകയറിലേറിയ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി മരണം ഏറ്റുവാങ്ങുമ്പോൾ ഭഗത് സിംഗിനും സുഖ്ദേവിനും പ്രായം 23 വയസ്സ്, രാജ്ഗുരുവിന് പ്രായം വെറും 21 വയസ്സ് മാത്രം. മരണം കാത്ത് തടവറയിൽ കഴിയുമ്പോൾ ഭഗത് സിംഗ് ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്നൊരു ചെറിയ പുസ്തകം എഴുതി. ചേരികളിലും ചാളകളിലും പട്ടിണി കാർന്നു തിന്നുന്ന നിസ്സാര മനുഷ്യ ജീവിതങ്ങളുടെ വിശപ്പ് പുരകളിലേക്ക്, മുതലാളിത്തത്തിന്റെ രക്തദാഹം സ്വന്തം അധ്വാനശേഷി ഊറ്റിക്കുടിക്കുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ചൂഷിതരായ തൊഴിലാളികളിലേക്ക്, വിയർത്ത് വിളയിച്ചവൻ പട്ടിണി കൊണ്ട് വയറ്റത്തടിക്കുമ്പോൾ വില കുറയുമെന്ന ഭയത്താൽ മിച്ചം വരുന്ന ഗോതമ്പ് ചാക്കുകൾ കടലിൽ കെട്ടിത്താഴ്ത്തുന്ന കർഷക മുതലാളിമാരിലേക്ക്, മനുഷ്യന്റെ ഞെരിയുന്ന എല്ലുകൾക്കുമേൽ അസ്ഥിവാരം ഇട്ടുകൊണ്ട് കെട്ടിപ്പൊക്കുന്ന രാജസൗധങ്ങളിലേക്കെല്ലാം കൺതുറക്കാൻ ഭഗത് സിംഗ് തന്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആ പുസ്തകത്തിലൂടെ രാജ്യത്തോട് പറഞ്ഞു. തൂക്കുകയറിലേറുന്നതിന് മുൻപുള്ള സമയങ്ങളിൽ ഒരു മനുഷ്യന് പുസ്തകം വായിച്ചിരിക്കാൻ കഴിയണമെങ്കിൽ അയാളുടെ പേര് ഭഗത് സിംഗ് എന്ന് മാത്രമായിരിക്കണം. തൂക്കുകയറിലേറുന്നതിന് മുൻപ് താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നതായിരുന്നു ഭഗത് സിംഗിന്റെ ആവശ്യം. റഷ്യയിൽ അരപേർ മുറുക്കിയ തൊഴിലാളികളുടെ കൈകൾ ദന്തഗോപുരങ്ങൾക്ക് നേരെ മുറുകി ഉയർന്ന മഹത്തായ റഷ്യൻ വിപ്ലവത്തിന്റെ നായകൻ വ്ളാദിമിർ ഇല്ലിച്ച് ലെനിന്റെ ജീവചരിത്രമായിരുന്നു അത്. മരണത്തിന് മുൻപ് മറ്റൊരു വിപ്ലവകാരിയോട് ഹൃദയം കൊണ്ട് സംവദിക്കുന്ന ഭഗത് സിംഗ് ലോകത്തിനെന്നും അത്ഭുതമാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ വധശിക്ഷ 1931 മാർച്ച് 24 നടപ്പാക്കാനായിരുന്നു കോടതി ഉത്തരവിട്ടത്. എന്നാൽ രാജ്യത്തെ ജനങ്ങൾ പോലും പ്രതീക്ഷിച്ചിരിക്കാതെ 1931 മാർച്ച് 23 വൈകിട്ട് 7:30 മൂവരെയും തൂക്കിലേറ്റി. പുറത്ത് കാത്തുനിന്ന ബന്ധുക്കൾക്ക് പോലും മൃതദേഹം കൈമാറാതെ ലാഹോറിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള ഗന്ദാ സിംഗ്വാന ഗ്രാമത്തിൽ വെച്ച് സംസ്കരിക്കുകയായിരുന്നു. ഭഗത് സിംഗ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പടർന്നതോടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ ഗാന്ധിയെ മറന്നു. ഭഗത് സിംഗിന്റെ ചിത്രങ്ങൾ വീടുകളിലും കടകളിലും പൊതുനിരത്തുകളിലുമെല്ലാം നിറയാൻ തുടങ്ങി. മുതിർന്നവരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അങ്ങനെ എല്ലാവരും ആ വിപ്ലവകാരിയെ നെഞ്ചിലേറ്റ് താലോലിച്ചു. ഇന്നും ഭഗത് സിംഗ് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരാവേശം നമ്മുടെ ഹൃദയത്തിൽ വന്നു പടരും. ഇന്ത്യയുടെ ഇന്നും ഉണങ്ങാത്ത മുറിവാണ് 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. അന്ന് ഭഗത് സിംഗിന് 12 വയസ്സ് മാത്രമാണ് പ്രായം. കേണൽ റെജിൻലാൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മെഷീൻ ഗൺ പ്രയോഗത്തിൽ സമാധാനമായി സമ്മേളിച്ച രാജ്യത്തെ സാധാരണ മനുഷ്യർ വെടിയേറ്റു മരിച്ചു വീണപ്പോൾ ആ 12 വയസ്സുകാരൻ ഭയന്നില്ല. ജാലിയൻവാലാബാഗിൽ നിന്നും എടുത്ത ചോര പുരണ്ട ഒരു പിടി മണ്ണുമായി അയാൾ ബ്രിട്ടനെതിരെ പോരാടാനുള്ള തന്റെ ഉറച്ച തീരുമാനമെടുത്തു. തൊട്ടടുത്ത വർഷം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ദയാനന്ദ ആംഗ്ലോ വേദിക് ഹൈസ്കൂളിലെ പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം 13-ാം വയസ്സിൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ചരിത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും തൽപരനായ ഭഗത് സിംഗ് തുടർന്ന് ലാഹോറിലുള്ള നാഷണൽ കോളേജിൽ ചേർന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം സുഖ്ദേവുമായി സൗഹൃദത്തിലാകുന്നത്. നാഷണൽ കോളേജിലെ ലാല ലജ്പത് റായുടെ ക്ലാസുകളാണ് ഭഗത് സിംഗിന്റെ ജീവിതത്തെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വീണ്ടും അടുപ്പിച്ചത്. എന്നാൽ 1922 ചൗരി ചൗര സംഭവത്തോടെ അദ്ദേഹം ഗാന്ധിയുടെ ആദർശങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങി. ആയുധം കൊണ്ട് പോരാടുന്ന ബ്രിട്ടനെതിരെ സായുധ കലാപം മാത്രമേ ഭഗത് സിംഗിന് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ ഒരു കരണത്തടിച്ചാൽ തലയെടുക്കാനുള്ള ആഹ്വാനമായിരുന്നു ഇന്ത്യയിലെ ചില യുവാക്കൾ നടത്തിയത്. ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ് പ്രതിഷേധിച്ച ഭഗത് സിംഗ് തങ്ങളുടെ ആശയങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്വയം കീഴടങ്ങുകയായിരുന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഭഗത് സിംഗ് കീഴടങ്ങിയത്. മരണത്തിന് തൊട്ടു മുൻപും ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും മുഴക്കിയത് ഇതേ മുദ്രാവാക്യം തന്നെ. കാലങ്ങൾക്കിപ്പുറം എല്ലാ അവകാശ പോരാട്ടങ്ങളിലും പ്രതിഷേധ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ആ മുദ്രാവാക്യം ആയിരങ്ങളിൽ, ലക്ഷങ്ങളിൽ, കോടികളിൽ അലയടിക്കുന്നു.